ഈ 5 മിസ്റ്റേക്കുകൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് മാർക്ക് കുറയാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇത്തരം സ്റ്റഡി അപ്ഡേറ്റ്സിനായിട്ട് നമ്മൾ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്തു. നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. നിങ്ങൾ പ്രധാനമായിട്ട് ചെയ്യുന്ന ഒന്നാമത്തെ മിസ്റ്റേക്ക്, നിങ്ങൾ പഠിക്കാനായിട്ട് മറ്റൊരാളെ കാത്തിരിക്കുന്നത്. അവൻ വരട്ടെ, അവൾ വരട്ടെ, എൻ്റെ ഫ്രണ്ട് വരട്ടെ, എൻ്റെ ഫ്രണ്ട് പഠിച്ചിട്ടില്ലല്ലോ, എൻ്റെ ഫ്രണ്ട് പഠിച്ചു തുടങ്ങിയിട്ടില്ലല്ലോ, അവൻ അല്ലെങ്കിൽ അവൾ പഠിച്ചിട്ട് ഞാൻ പഠിച്ചു തുടങ്ങാമെന്നുള്ളൊരു ചിന്തയിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? അവർക്ക് വേണ്ടി കാത്തിരിക്കും. നമ്മൾ ആർക്ക് വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണം. നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ നിങ്ങളെ വിലപ്പെട്ട സമയമാണ് നിങ്ങൾ നശിപ്പിച്ച് കളഞ്ഞൊരു ചിന്ത മനസ്സിൽ വേണം. സോ നിങ്ങൾ പഠിക്കാനായിട്ട് ആരെയും കാത്തിരിക്കേണ്ട. ഈ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് മാറ്റി വെച്ചിട്ട് ഇന്ന് മുതൽ പഠിച്ചു തുടങ്ങാം. രണ്ടാമതായിട്ട് നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്ക്, ടഫ് വിഷയങ്ങൾക്ക് കൂടുതൽ സമയം പഠിക്കാനായിട്ട് മാറ്റി വെക്കാത്തതാണ്. നിങ്ങൾക്ക് പല വിഷയങ്ങളും ടഫായിരിക്കും. ടഫായിട്ടുള്ള വിഷയങ്ങൾ കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യട്ടോ. അപ്പോൾ ടഫ് വിഷയങ്ങൾ നിങ്ങൾ പഠിക്കാനായിട്ട് കുറച്ചധികം സമയം മാറ്റി വെക്കണം. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ രാത്രി മാത്രം പഠിക്കുകയാണെങ്കിൽ രാവിലെ കൂടി നിങ്ങൾ പഠിക്കാൻ തീരുമാനിക്കുക. ആ സമയം നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ടുള്ള വിഷയങ്ങൾ പഠിക്കാനായിട്ട് മാറ്റി വെക്കുക. അപ്പോൾ ടഫ് വിഷയങ്ങൾക്ക് കുറച്ചധികം സമയം മാറ്റി വെച്ച് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് ഏറ്റവും മികച്ച മാർക്ക് നേടാൻ സാധിക്കുള്ളൂ. മൂന്നാമതായിട്ട് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക്, നിങ്ങൾ പ്രോപ്പർ റിവിഷനും ആക്റ്റീവ് റീകോളും ചെയ്യാത്തതാണ്. നിങ്ങൾ ആക്റ്റീവ് റീകോളും പ്രോപ്പർ റിവിഷനും ചെയ്താൽ മാത്രമേ പഠിച്ച കാര്യം നിങ്ങൾ ഓർമ്മയിൽ ഉണ്ടാവുള്ളൂ, പഠിച്ച കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക. അപ്പോൾ പ്രോപ്പർ റിവിഷനും ആക്റ്റീവ് റീകോൾ എന്തായാലും നിങ്ങൾ ചെയ്തിരിക്കണം. നാലാമതായിട്ട് നിങ്ങൾ ചെയ്യുന്ന മിസ്റ്റേക്ക്, നിങ്ങൾ ഓണം എക്സാമിന് പോർഷൻസ് കംപ്ലീറ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്യുന്നതാണ്. നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് 20% മാർക്ക് വരെ നിങ്ങളുടെ ഓണം എക്സാമിന് പോർഷൻസ് ആണ് ക്വസ്റ്റ്യൻ വരിക. ആ ഓണം എക്സാം പോർഷൻ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് സ്കിപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 80 മാർക്കിന്റെ വിഷയമാണെങ്കിൽ 16 മാർക്കും, 40 മാർക്കിന്റെ വിഷയമാണെങ്കിൽ 8 മാർക്കും, 60 മാർക്കിന്റെ വിഷയമാണെങ്കിൽ 12 മാർക്ക് നഷ്ടപ്പെടാൻ കാരണമാകും. ഇത് ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, നിങ്ങൾ ക്രിസ്മസ് എക്സാമിന് മൊത്തം ഗ്രേഡിനെ ബാധിച്ചേക്കാം. സോ ഓണം എക്സാമിന്റെ പോർഷൻസ് നിങ്ങൾ എന്ത് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അഞ്ചാമതായിട്ട് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക്, നിങ്ങൾ പഠനത്തെക്കുറിച്ച് സീരിയസ് അല്ല. പാരൻസ് ഒന്ന് ചീത്ത പറയുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും മോട്ടിവേഷൻ വീഡിയോ കാണുമ്പോൾ ആ സെക്കൻഡിലൊന്നും പഠിക്കുന്നതല്ല, നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല, വർക്ക് ചെയ്യുന്നില്ല. കൺസിസ്റ്റന്റ് ആയിട്ട് സീരിയസ് ആയിട്ട് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് ഏറ്റവും ബെസ്റ്റ് മാർക്ക് നേടാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു 5 മിസ്റ്റേക്കിൽ നിങ്ങൾ ഏതൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് കമന്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. ഈ 5 മിസ്റ്റേക്കും സോൾവ് ചെയ്ത് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് ഏറ്റവും ബെസ്റ്റ് മാർക്ക് നേടാൻ സാധിക്കും. അങ്ങനെ എല്ലാവർക്കും മാർക്ക് നേടാൻ പറ്റട്ടെ. ഓൾ ദ ബെസ്റ്റ്.